നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള, ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, പയ്യാനക്കൽ, കോഴിക്കോട്. ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് രോഗികൾ പറയുന്ന ഒരു പ്രശ്നമാണ്, കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് കുറെ കാലമായിട്ട് ഞാൻ ഷുഗറിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അധിക സമയവും ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ 200-ന് മുകളിലാണ്, അല്ലെങ്കിൽ 300-ന് മുകളിലാണ്. ചില സമയത്ത് മാത്രം ഷുഗർ കൺട്രോൾ ആവും, പക്ഷെ അധിക സമയം നോക്കുമ്പോൾ ഷുഗർ തീരെ കൺട്രോൾ ആകുന്നില്ല. എന്തുകൊണ്ടാണ് മരുന്ന് കുടിച്ചിട്ട് അല്ലെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ട് ഷുഗർ കൺട്രോൾ ആവാത്തത് എന്ന് പലരും ചോദിക്കുന്ന സംശയമാണ്. പലരും വിചാരിക്കും ഈ ഷുഗർ മരുന്ന് കുടിച്ചാലൊന്നും കൺട്രോൾ ആവൂല എന്ന്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ, അവരുടെ ചികിത്സയിൽ വരുത്തുന്ന കുറച്ച് അബദ്ധങ്ങളാണ്, അശ്രദ്ധകളാണ്. അത് കാരണം ആ ഡയബറ്റിക് ട്രീറ്റ്മെന്റിന്റെ ഒരു ഫുൾ എഫക്റ്റ് അവർക്ക് കിട്ടില്ല, അവരുടെ ഡയബറ്റിസ് കൃത്യമായിട്ട് കൺട്രോൾ ആവില്ല. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, പല രോഗികളും അവരാദ്യം ഷുഗർ ഡയഗ്നോസ് ചെയ്ത്, അതായത് വെയിറ്റ് ലോസ്, ക്ഷീണം, അമിതമായ ദാഹം, മൂത്രമൊഴിക്കുന്നു, അങ്ങനെ പല ലക്ഷണങ്ങൾ കണ്ടപ്പം അവർ ഡോക്ടറെ കാണിച്ചു. ടെസ്റ്റ് ചെയ്തപ്പം ഷുഗർ 200 ആണ്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. ആ ഡോക്ടർ എഴുതി കൊടുത്ത മെഡിസിൻ വാങ്ങി. പിന്നീട് സംഭവിക്കുന്നത്, ഒരു 1-2 വർഷത്തേക്ക് ആ ഡോക്ടർ തന്ന സെയിം മെഡിസിന് ടെസ്റ്റ് ചെയ്യാതെ, ഫോളോ അപ്പ് ചെയ്യാതെ അതേ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് തുടർന്ന് കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒറ്റക്ക് തന്നെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ 200 ഉണ്ടാവും. അവർ ആ മരുന്നിലൊരു മാറ്റം വരുത്തൂല, ഡോക്ടറെ വീണ്ടും കാണൂല, പകരം സെയിം മെഡിസിൻ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മെഡിസിൻ കുടിക്കുന്നത് ഷുഗർ കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ഡയബറ്റിസ് എന്നൊരവസ്ഥക്ക് ഏത് മെഡിസിനാണ് വേണ്ടത്, എത്ര ഡോസാണ് വേണ്ടത് എന്ന് ഒറ്റൊരു കൺസൾട്ടേഷനിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ ഇന്റർവെല്ലിൽ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ HbA1c ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ഒരാൾ 3 മാസത്തിലും ഷുഗർ കൺട്രോൾ ഉള്ള ഒരാൾ 6 മാസത്തിലും ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇതൊന്നും ചെയ്യാതെ സെയിം മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഷുഗർ കൺട്രോൾ ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരോട് ചെയ്യാൻ പറയേണ്ടത്, സെയിം മെഡിസിൻ അല്ല നമ്മൾ കുടിക്കേണ്ടത്. പകരം ആ മെഡിസിൻ മതിയോ, അതിൻ്റെ ഡോസ് കുറക്കണോ, കൂട്ടണോ, മെഡിസിൻ മാറ്റണോ എന്നൊരു ഡോക്ടർക്ക് തീരുമാനം എടുക്കണമെങ്കിൽ കൃത്യമായ ഇന്റർവെല്ലിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കൃത്യമായിട്ട് കാണിക്കണം. നിങ്ങളുടെ ഡയബറ്റീസിന്റെ ഫോളോ അപ്പ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. അല്ലാതെ സെയിം മെഡിസിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്ക് ഡയബറ്റീസ് കൺട്രോളിൽ വരില്ല, അവരുടെ മെഡിസിൻ എടുക്കുന്നത് വെറുതെ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡയബറ്റിക് ട്രീറ്റ്മെന്റിൽ വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കാണ് സ്വയം തീരുമാനം എടുക്കുക, സ്വയം ഡോക്ടർ ആവുക. അതായത് ഒരാൾ ഡയബറ്റീസിന് മരുന്ന് കുടിച്ചു, 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഷുഗർ കുറവാണ്, 100-ന് താഴെയാണ്, അല്ലെങ്കിൽ 120-ന് താഴെയാണ്. അവർ സ്വയം മരുന്ന് നിർത്തും, ഷുഗർ കുറഞ്ഞല്ലോ. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും വെയിറ്റ് ലോസ്, ഡയബറ്റീസിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടപ്പോൾ വീണ്ടും മരുന്നെടുത്ത്, അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഷുഗർ 300-ന് മുകളിലാണ്, വീണ്ടും അവർ തന്നെ മരുന്നെടുത്ത് ഒരു 2-3 മാസം കുടിച്ചു, വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ കുറഞ്ഞു, ഒരു 6 മാസത്തേക്ക് മരുന്ന് നിർത്തി. ഇതുപോലെ നമ്മളൊരു പനിയോ ജലദോഷമോ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യും. ഒരിക്കലും പാടില്ല. നിങ്ങളുടെ മെഡിസിൻ എന്ന് കുടിക്കണം, എപ്പോൾ നിർത്തണം, ഡോസ് കൂട്ടണോ കുറക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറാണ്. അത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു പനി ട്രീറ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചുമ ട്രീറ്റ് ചെയ്യുന്നത് പോലെയോ നമ്മൾ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്താൽ അത് പിന്നീട് ഈ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഡയബറ്റീസ് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് അത് കിഡ്നിയെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, അങ്ങനെ ഡയബറ്റീസിന്റെ ലേറ്റർ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയബറ്റിസ് ട്രീറ്റ്മെന്റിൽ സ്വയം തീരുമാനം എടുക്കരുത്, നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടിയിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഈ ഡയബറ്റിക്സ് ട്രീറ്റ്മെന്റിൽ വരുത്തുന്ന മൂന്നാമത്തെ അബദ്ധമാണ്, ഇപ്പം ഡയബറ്റിസ് ഒരാൾ ഡയഗ്നോസ് ചെയ്ത്, അപ്പോൾ ഡോക്ടർ അവർക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആദ്യത്തെ 1-2 മാസം വളരെ കൃത്യമായിട്ട് ആ ഒരു ഡയറ്റ്, ആ ഒരു ഭക്ഷണശീലം ഫോളോ ചെയ്യും. അവരുടെ ഷുഗർ മരുന്നിന്റെ കൂടെ തന്നെ ഈ ഭക്ഷണശീലം ഫോളോ ചെയ്തത് കൊണ്ട് ഷുഗർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അവർ മരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് മധുരം കുറവുള്ള, കാർബോഹൈഡ്രേറ്റ് കുറവുള്ള, നാരുകൾ കൂടുതലുള്ള, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണശീലങ്ങൾ ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ട്.
ഇന്നാക്കാം, നാളെ ആക്കാം, നാളെ മുതൽ ഭക്ഷണം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു പോകും. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല, മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും 200, 300 ഒക്കെയാണ്. ആ ഒരു ചികിത്സ കൊണ്ട്, മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. മരുന്ന് ഡോസ് കൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഡയബറ്റിസ് ഒരു ജീവിതശൈലി അസുഖമാണ്. മരുന്നിന്റെ കൂടെ തന്നെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യമായ ഒരു ഭക്ഷണശീലം ഫോളോ ചെയ്യുക എന്നുള്ളത്. അതായത് നാരുകൾ കൂടുതലുള്ള, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ, മധുരം കുറഞ്ഞ അരിഭക്ഷണം, അതായത് കാർബോഹൈഡ്രേറ്റ് കുറച്ച ഒരു ഭക്ഷണശീലമാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇടവേളകളിൽ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് ഡയബറ്റീസിനെ സംബന്ധിച്ചുള്ള പ്രധാനം. പക്ഷെ പലരും ഈ ഡയറ്റ് പൂർണ്ണമായിട്ടും വിട്ടുപോകും. മരുന്ന് കഴിക്കുന്നുണ്ടാവും, ഷുഗർ കുറയുന്നുണ്ടാവില്ല. അപ്പം മരുന്ന് കുടിക്കുന്നത് പോലെ തന്നെ ആജീവനാന്തം നിയന്ത്രിക്കേണ്ട ഒന്നാണ് ഭക്ഷണശീലം. അതൊരിക്കലും വിട്ടുപോകാൻ പാടില്ല. പക്ഷെ പലരും അത് വിട്ടുപോകും. ഷുഗർ അവർക്ക് കൺട്രോളിൽ വരുന്നുണ്ടാവില്ല. നാലാമത്തത് വ്യായാമമാണ്. അതായത് ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് സെഡൻഡറി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ ആളുകൾക്ക്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വ്യായാമം കുറഞ്ഞ ആളുകൾക്കാണ് ഷുഗർ വരാൻ സാധ്യത കൂടുതൽ. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റിന്റെ കൂടെ തന്നെ വ്യായാമം ചെയ്യണം. അതായത് ഒരു 45 മിനിറ്റ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ആദ്യത്തെ 1-2 മാസം അവർ വ്യായാമം ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പല തിരക്കുകൾ കാരണം നാളെ വ്യായാമം ചെയ്യാം, അടുത്ത മാസം മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ ഷുഗർ കൂടിയിട്ടുണ്ടാവും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷനൊക്കെ ബാലൻസ്ഡ് ആവും. കൃത്യമായ വ്യായാമവും കൃത്യമായ ഭക്ഷണശീലവും പിന്തുടർന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മെഡിസിൻ നിർത്താൻ വരെ പറ്റിയേക്കും. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ 45 മിനിറ്റ് വ്യായാമം ആഴ്ചയിൽ 5 ദിവസം ഉടനീളം നമ്മൾ പാലിക്കണം. അത് 1-2 മാസത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ പലരും അത് വിട്ടുപോകും. ആദ്യത്തെ 2 മാസം വ്യായാമം ചെയ്ത് ഷുഗർ കൺട്രോൾ ആവും. പിന്നെ വ്യായാമത്തെ മറക്കും, മെഡിസിൻ മാത്രം കഴിക്കും. ചിലപ്പോൾ ഷുഗർ കൺട്രോളിൽ കിട്ടുന്നുണ്ടാവില്ല. അടുത്തത് ഉറക്കക്കുറവാണ്. അതായത് ഒരു ദിവസം നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പലരും പല തിരക്കുകൾ കാരണം ഒരു 5 മണിക്കൂർ അല്ലെ 5 മണിക്കൂറിൽ കുറവായിരിക്കും ഉറങ്ങുന്നത്. ഈ ഉറക്കക്കുറവ് തുടർച്ചയായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. അതുമാത്രമല്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ പല ഹോർമോണുകളും ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സ്റ്റാബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഇൻസുലിനും ഒരു ഹോർമോണാണ്. ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും ഉറക്കക്കുറവുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉറങ്ങുന്നവർക്ക് ഈ ഷുഗർ വളരെ പെട്ടെന്ന് കൺട്രോളാവും. അടുത്തത് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, മാനസിക സംഘർഷമാണ്. നമ്മുടെ മരുന്ന്, നമ്മൾ ഡയബറ്റീസിന് എടുക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മുടെ വ്യായാമം, നമ്മുടെ ഡയറ്റ്, ഇതൊക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറവായിരിക്കും. നമ്മൾ കൂടുതൽ മാനസിക സംഘർഷം, പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കൂടും, ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും, ഡയബറ്റിസ് കൺട്രോൾ ആവാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്ട്രെസ് കുറക്കാനുള്ള വഴികൾ, അത് മെഡിറ്റേഷൻ ആവട്ടെ, പല വിധത്തിലുള്ള വിനോദങ്ങളാവട്ടെ, അതെല്ലാം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ലഹരികളിൽ നിന്ന് വിട്ടു നിൽക്കണം. ലഹരികളിൽ നമ്മൾ അടിമപ്പെടുന്നതും കാരണം നമുക്ക് സ്ട്രെസ് കൂടാനാണ് സാധ്യത. അതും ഈ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ സ്ട്രെസ് കുറക്കാനുള്ള ഉപാധികൾ ഓരോ രോഗിയും, ഓരോ ഡയബറ്റിക് പേഷ്യൻസും കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റ് ചെയ്യുക, ഡോക്ടറെ കൃത്യമായ ഇടവേളകളിൽ കാണിക്കുക, സ്വയം ചികിത്സ അരുത്. അതായത് ഷുഗറിന്റെ മരുന്ന് നിർത്തുന്നതും തുടങ്ങുന്നതും ഡോസ് കൂട്ടുന്നതും കുറക്കുന്നതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാവണം. വ്യായാമം ചെയ്യുക, നല്ലൊരു ഭക്ഷണശീലം ഉടനീളം നമ്മൾ പാലിക്കുക, 5 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുക, സ്ട്രെസ് കുറക്കാനുള്ള ഉപാധികൾ തേടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസിന് നമ്മൾ കഴിക്കുന്ന മരുന്ന്, ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായ തലത്തിൽ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഡയബറ്റീസ് പെട്ടെന്ന് കൺട്രോൾ ആകും. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. നന്ദി.